അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് നിർഭയത്വം നൽകുന്നവൻ, അവൻ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനുമാണ്. അൽ മുഅ്മിൻ നിർഭയത്വം നൽകുന്നവൻ, വാഗ്ദാനം പൂർത്തിയാക്കുന്നവൻ. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നീ പറയുക, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? അവൻ അഭയം നൽകുന്നു, അവനെതിരായി എവിടെ നിന്നും അഭയം ലഭിക്കുകയില്ല. സൂറത്തു നിസാ 122 അല്ലാഹു തആല പറയുന്നു, അള്ളാഹുവിന്റെ സത്യമായ വാഗ്ദാനമാണത്, അള്ളാഹുവേക്കാൾ സത്യസന്ധമായി സംസാരിക്കുന്നവൻ ആരുണ്ട്? സൂറത്തു നൂർ, അള്ളാഹു ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം പകരം നൽകുകയും ചെയ്യുന്നതാണെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അള്ളാഹു ഈ അൽ മുഅ്മിൻ എന്നുള്ള ഈ ഒരു ഇതിന് രണ്ടർത്ഥങ്ങളാണ് അല്ലെ, നിർഭയത്വം നൽകുന്നവനും വാഗ്ദാനം പൂർത്തിയാക്കുന്നവനും. അഭയം നൽകുന്നു, വാഗ്ദത്തം അത് പൂർത്തിയാക്കുന്നു. സൂറത്തുൽ ഖുറൈശിൽ നമുക്ക് പരിചിതമായ വചനമുണ്ട് അല്ലെ, അവർക്ക് വിശപ്പിന് ആഹാരം നൽകുകയും ഭയത്തിന് പകരം നിർഭയത്വം നൽകുകയും ചെയ്ത ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിക്കട്ടെ. ഹദീസില് പറയുന്ന, നിങ്ങളിൽ ആരാണോ തന്റെ കോളനിയിൽ നിർഭയനായ പ്രഭാതം പ്രാപിക്കുകയും ശാരീരിക സൗഖ്യം പ്രാപിക്കുകയും അന്നത്തേക്കുള്ള ഭക്ഷണം അവന്റെ പക്കൽ ഉണ്ടാവുകയും ചെയ്യുന്നത്, അവൻ ലോകം മുഴുവൻ തനിക്ക് ലഭിച്ചവനെ പോലെയാണ്. നമുക്ക് ഒരു ദിവസത്തെ അല്ലെ ഭക്ഷണം, അതുപോലെ നേരം പുലർന്ന് അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മള് പ്രഭാതത്തിലേക്ക് നമ്മൾ എത്തി. ശാരീരികമായ അൽഹംദുലില്ലാഹ് പ്രയാസങ്ങളൊന്നും ഇല്ല. അപ്പോ നമുക്ക് ഇന്നത്തേക്കുള്ള ഭക്ഷണം ഉണ്ട് അല്ലെ. അവനെ കുറിച്ച് പറയുന്നത് ലോകം മുഴുവൻ തനിക്ക് ലഭിച്ചവനെ പോലെയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് നിർഭയത്വം നൽകുന്നവൻ. അല്ലാഹു തആല തന്റെ ദാസന്മാർക്ക് നൽകിയ വാഗ്ദാനം അത് സത്യപ്പെടുത്തുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.